ഭരണപരമായ മുടിഞ്ഞ ഭരണം, തൊലഞ്ഞ ഭരണം, ഇതുപോലൊരു നാറിയ ഭരണം ഞാൻ കണ്ടിട്ടില്ല. ലോകത്തിൽ ഇന്ന് ശരിക്കു പറഞ്ഞാൽ ലോക ചക്രവർത്തിയാണ് മോഡി. അദ്ദേഹം വരണം, അതാണ് എൻ്റെ ആഗ്രഹം. 2 വർഷമായിട്ട് പിണറായി സർക്കാർ ഭരിക്കുകയാണ്. അപ്പോൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞല്ലോ, അതോടുകൂടി എല്ലാം മാറൂല്ലേ. പിന്നെ ഇതാണ് സ്ഥിതി. ശരിക്കു പറഞ്ഞാൽ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പെട്ട ആളല്ല. ഇന്നത്തെ അന്തരീക്ഷം അതാണ് ഞാൻ പറയുന്നത്. ബി ജെ പിക്ക് ജാതിയില്ല, മതമില്ല, അതാണ് ബി ജെ പിയുടെ നേട്ടം. ബി ജെ പിക്ക് മതമില്ല, ജാതിയില്ല, മറ്റു ഒന്നും നോട്ടമില്ല. പക്ഷേ ഒന്നുണ്ട്, രാഷ്ട്രത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കരുത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുകയാണ്. 2 ടേമായി പിണറായി സർക്കാർ ഭരിക്കുകയാണ്. UDF-ഉം BJP-യും കട്ടയ്ക്കൊപ്പമുണ്ട്. ഈ വട്ടത്തെ ഭരണം അവർ പിടിക്കുമെന്ന് പറഞ്ഞ്. എന്നാൽ ജനങ്ങൾ ആര് ഭരണത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ മുന്നണികളും കട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ വർഷം ഭരണം പിടിക്കും. സംശയം, ഈ മുന്നണി ഇവിടെ ആരാ ഉള്ളത്? എല്ലാവരും ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തിലാണല്ലോ. UDF സ്വന്തം അണികളുടെ കാര്യം പോലും നോക്കാത്തവരാ. LDF കേരളത്തിലുള്ള മൊത്തം ആൾക്കാർ വെറുത്ത ഒരു പാർട്ടിയാണ്. പിന്നെ BJP വന്നാൽ എങ്ങനെയിരിക്കും? ലോകത്തിൽ ഇന്ന് ശരിക്കു പറഞ്ഞാൽ ലോക ചക്രവർത്തിയാണ് മോഡി. അദ്ദേഹം വരണം, അതാണ് എൻ്റെ ആഗ്രഹം. 2 വർഷമായിട്ട് പിണറായി സർക്കാർ ഭരിക്കുകയാണ്. അപ്പോൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞല്ലോ, അതോടുകൂടി എല്ലാം മാറൂല്ലേ. പിന്നെ ഇതാണ് സ്ഥിതി. ശരിക്കു പറഞ്ഞാൽ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പെട്ട ആളല്ല. ഇന്നത്തെ അന്തരീക്ഷം അതാണ് ഞാൻ പറയുന്നത്. നിർമ്മാണ തൊഴിലാളികൾക്ക് 18 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയും പുറത്ത് പറയുന്നില്ല. അതാണ് സ്ഥിതി. പാവങ്ങളങ്ങ് ഏറ്റവും പാവങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. സമ്പന്നൻ ഉയർന്നു വരികയാണ്. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു പാർട്ടിയിലും ഇല്ലാതെ ഇതുപോലെ മോളിപ്പോൾ ചോദിച്ചതിന് വളരെ സന്തോഷം, വളരെ സന്തോഷം. BJP ഇപ്പോൾ LDF ഭരിച്ചു, പിന്നെ UDF ഭരിച്ചു. അപ്പോൾ ഇനി ഒരു BJP ഇനിയിപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിലൊരു മാറ്റം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ജാതിയില്ല, മതമില്ല, അതാണ് ബി ജെ പിയുടെ നേട്ടം. ബി ജെ പിക്ക് മതമില്ല, ജാതിയില്ല, മറ്റു ഒന്നും നോട്ടമില്ല. പക്ഷേ ഒന്നുണ്ട്, രാഷ്ട്രത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കരുത്. എന്താ? അതാണ് ശരി. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം, ഇത്രയും പ്രായത്തിനിടയിൽ എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എനിക്കൊരു പുതുഭരണം കേരളത്തിൽ, ഒരു BJP ഭരണം വന്നാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. ഇത്രയും വർഷം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറെ വർഷം കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും ഏതൊന്നും തന്നെ സാധാരണക്കാർക്ക് ഒരു വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആയതിനാൽ പാവപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പുതുഭരണം, BJP ഭരണം വരണം എന്നാണ് എൻ്റെ ഉറച്ച നിലപാട്. പിണറായി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അങ്ങേയറ്റം തോൽവിയാണ് പാവപ്പെട്ട എന്നെ പോലുള്ളവർക്ക്. ഇന്നും 10 വർഷം ഞാൻ വെളിയിലാണ്. ഒരു കേസ് മുഖാന്തരം 10 വർഷം വെളിയിലാണ്. എൻ്റെ ജോലിക്ക് എടുക്കില്ല എന്ന് പാർട്ടിക്കാർ പറഞ്ഞതിൻ്റെ പുറത്ത് ഞാൻ പുറത്ത് നിൽക്കുകയാണ്. എനിക്ക് കിട്ടേണ്ട ആനുകൂല്യം കിട്ടിയില്ല. എൻ്റെ അമ്മ അന്തരിച്ചു പോയി. അമ്മയുടെ 14,46,000 രൂപ ഇന്നതുവരെ തന്നിട്ടുമില്ല. ഇതാണ് എൻ്റെ സത്യം. അമ്മയുടെ പേര് ബാവമ്മ, എൻ്റെ പേര് രഘു. എനിക്ക് ഇളയത് മൂത്തത് ആരുമില്ല. ഞാൻ ഒരു മകനേ ഉള്ളൂ. ഇല്ലെങ്കിൽ ആരെങ്കിലും പരാതി കൊടുക്കും, എങ്ങനെ കാശിന് വേണ്ടി. പക്ഷേ എനിക്കവർ കാശ് തരുന്നില്ല. എന്താണ് എൻ്റെ റീസൺ എനിക്കറിയാൻ പാടില്ല. അത് എത്രയും പെട്ടെന്ന് അവിടെ നിങ്ങളെ ചാനൽ വഴിയെങ്കിലും പരിഗണിക്കണം എന്നാണ് എൻ്റെ ഒരു മനഃവിശ്വാസം. ഭരണം മാറിക്കഴിഞ്ഞാൽ കേരളത്തിലൊരു മാറ്റം എന്തായാലും ഉണ്ടാവുന്ന പുതുഭരണം വരണം, അതാണ് എൻ്റെ ആഗ്രഹം. ഏറെ വർഷം കൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും വരികയാണ്.
പക്ഷെ അതിനൊക്കെ കൂടി എല്ലാം ഉപരിയായിട്ട് ഒരു പുതുഭരണം കാഴ്ചവെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഭരണം മുടിഞ്ഞ ഭരണം, തൊലഞ്ഞ ഭരണം, ഇതുപോലൊരു നാറിയ ഭരണം ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിൽ അപ്പോൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. BJP ഭരണം, NDA ഭരണം. UDF വന്നാൽ പൊളി. UDF കമ്മ്യൂണിസ്റ്റ് ഒന്നാ, മനസ്സിലായേ? അവർ ഒത്തുകളിക്കുക. BJP വരണം, BJP വന്നാൽ നന്നാവും. ഓക്കെ, BJP വന്നാൽ കേരളത്തിലൊരു വികസനം വളരെ വികസനം ഉണ്ടാവും. വളരെ സമാധാനമായിട്ട് ജീവിക്കുക. കമ്മ്യൂണിസ്റ്റ് ഈസ് ഡെഡ്, കോൺഗ്രസ് ഈസ് ഡെഡ്. അലോ BJP ടു കം. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ഓക്കെ, കോൺഗ്രസ് വരുന്നതാണ് നമുക്ക് നല്ലത്. പിണറായി സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ച് എന്താണ്? സർക്കാരിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആൾക്കാരെ എല്ലാം പറഞ്ഞു പറ്റിക്കുന്നല്ലാതെ വല്ല പ്രയോജനമുണ്ട്? നമ്മൾ രാഷ്ട്രീയം പറയാറില്ല, ഇപ്പോൾ പറഞ്ഞതാണ്. രാഷ്ട്രീയം നമ്മളിപ്പോൾ പറയാറില്ല. ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു ശരിക്കും. BJP വരുന്നതിനെ കുറിച്ച് എന്താണ്? BJP എന്നാൽ അത് വേറെ രീതിയാണ്. ആര് വന്നാലായിരിക്കും കേരളത്തിന് അത് കൂടുതൽ ഗുണമാകുക? ഗുണം പറഞ്ഞു, അത്രേ ഉള്ളൂ. ആര് വന്നാലായിരിക്കും? അടുത്ത വർഷം വന്നാൽ ഗുണം വരുമെന്ന് ഒരു ഇതുമില്ല. അവരെ കാര്യങ്ങൾ നോക്കുകയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. നമുക്കിനെതിരെ പറയാൻ കഴിഞ്ഞ പ്രാവശ്യം പോലെ അല്ല തന്നെയല്ല, വേറെ ഒന്നുമില്ല മാറ്റം. ഇപ്പോൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അത് ആഗ്രഹിക്കുന്നുണ്ട്. ആര് വരണം എന്നാണ് ആഗ്രഹം? ഇനിയിപ്പം പറയാൻ നമ്മൾ കോൺഗ്രസ്സുകാർ ഭരിച്ചു, കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു, എല്ലാം കണ്ടു. ഇനിയൊരു പുതിയ ഭരണം വരണമെന്ന് അവരുടെ ഭരണം ഒന്ന് കാണാനാണ് ഇനി ആഗ്രഹം. BJP. അതെ, BJP വന്നാൽ കേരളം മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മാറണം. ഇപ്പോൾ വളരെ മാറ്റങ്ങളുണ്ടല്ലോ. ഇവിടുത്തെ ഇപ്പോഴും നിലവിലുള്ള സർക്കാരൊന്നും ശരിയല്ല. ഇലക്ഷൻ വരാൻ പോവല്ലേ, ആര് വരണം എന്നാണ് ആഗ്രഹം ഭരണത്തിലേക്ക്? അല്ല, വീണ്ടും പിണറായി മൂന്നാം ഭരണം വരണം. അതെന്താ പറയാൻ കാരണം? എന്താണ് അങ്ങനെ പറയാൻ കാരണം? നല്ല പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭരണമാറ്റം ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? ഇല്ല, ഭരണമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പരാജയം ഉണ്ടാവും. പിണറായിന്റെ ഭരണത്തിൽ തൃപ്തരാണ്? പിണറായിയുടെ മൂന്നാം ഭരണവും പൂർണ്ണമായിട്ട് ഉണ്ടാവും, ഒരു സംശയമില്ല. BJP അധികാരത്തിൽ വന്നാൽ എങ്ങനെയിരിക്കും? കേരളം പിടിക്കില്ല. അവിടെയാണ് എൻ്റെ രീതി. എന്താ കാര്യം? നല്ല കാര്യത്തിനോടുകൂടി തന്നെ ആളുകൾ സഹകരിക്കും, ഒരു സംശയമില്ല. UDFന്റെ ഭരണത്തെ കുറിച്ചോ? അത് വെറും പൊളിയായിരിക്കും. എന്താ കാര്യം? നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ LDF സർക്കാർ നല്ല കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരാൻ പോവുകയാണല്ലോ, അപ്പോൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം അങ്ങനെയാണല്ലോ വേണ്ടിയത്. തുടർച്ചയായിട്ട് 10 വർഷം ഭരിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂനതകൾ അതിലുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ഒരു പാർട്ടിയെ കയറ്റുക, അതാരായാലും വേണ്ടിയില്ല. കോൺഗ്രസോ പിന്നെ മറ്റ് BJPയോ ഏതായാലും വേണ്ടിയില്ല, അത് ആവശ്യമാണ്. മിക്കവാറും ജനങ്ങളുടെ അഭിപ്രായം അത് തന്നെ. ഞാനും ആ കൂട്ടത്തിലാണ്. പിണറായി സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം പല ആളുകൾ പലത് പറയുന്നില്ല. നമ്മളൊക്കെ ചെറിയ ആളുകളല്ലയോ, പറയുന്നത് കേട്ട് നമ്മളും അങ്ങ് ശീലിക്കുന്നു. നല്ലതെങ്കിൽ നല്ലത്, ചീത്തയെങ്കിൽ ചീത്ത. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു രീതിയാണ് അത് പറയുന്നത്. ആര് വന്നാലും കേരളത്തിന് നല്ലൊരു ഭരണകർത്താവ് ആയിരിക്കണം നമുക്ക് വേണ്ടിയത്. തുടർച്ചയായിട്ട് ഇപ്പം തന്നെ BJP പിന്നെ ഡൽഹി കടന്ന് ഭരിക്കുന്നു. ന്യൂനതകൾ ഒരുപാടുണ്ട് അവർക്കും, നല്ലതൊന്നും പറയാൻ പറ്റത്തില്ല. എന്താ തുടർച്ചയായിട്ടുള്ള ഭരണം അത്ര നല്ലതല്ല, അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ചെറിയ ആളുകളല്ലയോ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അതേ ഉള്ളൂ. ശരി. എനിക്ക് ഇങ്ങനെ പിണറായി ജയിച്ചാൽ പെൻഷനെങ്കിലും കിട്ടും മോളെ. എല്ലാം മുടങ്ങാതെ കിട്ടുന്നുണ്ട്? ഇല്ല, എനിക്ക് 21 മാസമായി കിട്ടിയിട്ട്, പെൻഷൻ കിട്ടിയിട്ട്. ഇപ്പം 2000 രൂപ കിട്ടി. കഴിഞ്ഞ മാസം 2000 രൂപ കിട്ടി. 21 മാസത്തിനകം 2000 രൂപ കിട്ടി കഴിഞ്ഞ മാസം. പിണറായി ഇപ്പം പെൻഷനും കൂട്ടി മോളെ. ഇങ്ങനെ വന്നാലാണ് പെൻഷൻ കൂട്ടിയത്. ഇപ്പം BJP ഒന്നും തന്നില്ല മക്കളെ. BJP ഭരിക്കാൻ തുടങ്ങിയില്ലല്ലോ. BJP വന്ന എന്തായിരിക്കും വരണം ആഗ്രഹിക്കുന്നു? ആഗ്രഹമുണ്ട്, പിന്നെ നമ്മളെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. UDF വരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
ആര് വന്നാലും എനിക്ക് പെൻഷൻ കിട്ടിയാൽ മതി മോളെ. 21 മാസമായിട്ട് ഇപ്പൊ പെൻഷൻ കിട്ടിയിട്ടില്ല. 21 മാസമായി കിട്ടിയിട്ട് കഴിഞ്ഞ മാസം ഒരു മാസത്തെ പൈസ 2000 രൂപ കിട്ടി. അപ്പൊ ഇത് ചോദിക്കുമ്പോ എന്താണ് പറയുന്നത്? അത് പറയാം അവിടെ നിന്ന് അയച്ചാൽ ബാങ്കിൽ ചോദിക്കുമ്പോൾ പറയാം അവിടെ നിന്ന് അയച്ചാലല്ലേ തരാൻ ഒക്കുള്ളൂ, നമ്മളെ കയ്യിൽ നിന്ന് തരാൻ ഒക്കില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞാൽ അത് ശരി തന്നെ, നിങ്ങളെ കയ്യിൽ നിന്ന് തരാൻ ഒക്കില്ല എന്ന് പറയും. ഇപ്പൊ നിയമസഭ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പൊ ഒരു ആര് ഭരിക്കണം എന്നാണ് ആഗ്രഹം? അങ്ങനെ ഒരു പ്രത്യേക ഇതില്ല, നല്ല ഭരിക്കുന്ന ആരാണോ അവർ മതി എന്നുള്ളതാണ്. ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഏതാണ് ഭരണമാറ്റം ഭരണമാറ്റം? ഉള്ള ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോയാൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു മാറ്റം വരണമെന്നാണ് ചെയ്യുന്നില്ല. ആര് ഭരിച്ചാലും നല്ല രീതിയിൽ ഭരിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ 2 വട്ടമായിട്ട് പിണറായി സർക്കാർ ഭരിക്കുകയാണല്ലോ, ആ ഭരണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഭരണത്തെ കുറിച്ച് എനിക്ക് മോശമായിട്ട് ഇതുവരെ കേട്ടൊന്നും വലുതായിട്ട് ഉണ്ടായിട്ടില്ല. എങ്കിലും ഇനിയും നല്ല രീതിയിൽ ഭരിച്ചു പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോ പാർട്ടിയായിരുന്നാലും UDF BJP ആരെങ്കിലും ഇപ്പൊ അധികാരത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് കേരളം ഭരിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് ഏത് പാർട്ടിയായിരുന്നാലും നല്ലപോലെ ജനങ്ങളെ ഭരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഏത് പാർട്ടി വന്നാലും കുഴപ്പമില്ല. അങ്ങനെ പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉറച്ച വിശ്വാസമില്ല. ഏത് നല്ല പാർട്ടി ഭരിക്കുന്നു അവരെ കൂടെ ഉണ്ടായിരിക്കും എപ്പോഴും.